മോളെ ഇത്രയും ഉപദ്രവിച്ച് ആ സ്ത്രീയുടെയും അവരുടെ മകന്റെയും മരുമകളുടെയും മുന്നിലേക്ക് ഈ കുട്ടിയെ വിട്ടിട്ട് ഏട്ടത്തി എവിടെ പോവാ? അതിലും ഭേദം ഇങ്ങോട്ട് വരാതിരുന്നാ പോരായിരുന്നോ? ഇത്രയൊക്കെ എന്നെ വെറുക്കുന്ന ആളായിട്ടും എനിക്ക് പ്രതാപേട്ടനോട് ഒരു പകയോ വൈരാഗ്യവും ഇല്ല. അദ്ദേഹം എന്റെ കുഞ്ഞിന്റെ അച്ഛനല്ലേ, ഒരു കളങ്കവും ഇല്ലാത്ത ആളാ. പ്രതാപേട്ടന് ഒരു കളങ്കവും ഇല്ലാന്നുള്ളത് സത്യം തന്നെയാ. പക്ഷേ കളങ്കം മാത്രമുള്ള ഒരു സ്ത്രീയുടെ കയ്യിലെ കളിപ്പാവയല്ലേ ഈ പ്രതാപേട്ടൻ. യാമിനി, അതിനവര് പ്രതാപേട്ടനെ ട്രാപ്പിൽ പെടുത്തിയിരിക്കുന്നതല്ലേ. അങ്ങനെ പെട്ടുകിടക്കുന്ന എന്തിനാണെന്നാ ഞങ്ങളുടെ ചോദ്യം. അച്ഛനൊരു ജീനിയസ് അല്ലേ, മിനിസ്റ്റർ ആയിരുന്ന ആളല്ലേ, മനുഷ്യരുടെ സ്വഭാവങ്ങള് തിരിച്ചറിയാവുന്ന മനുഷ്യനല്ലേ. എന്തിനാ ഇവരുടെ കയ്യിലെ കളിപ്പാവയായി മാറുന്നത്? അറ്റ്ലീസ്റ്റ് മറ്റുള്ളവർ പറയുന്നത് ഒന്ന് വിശ്വസിക്കാനെങ്കിലും തയ്യാറാവണ്ടേ? അതൊക്കെ എനിക്കറിയാം. എന്തൊക്കെ പറഞ്ഞാലും ആ മനുഷ്യൻ വേദനിക്കുന്നത് എനിക്ക് സഹിക്കാൻ വയ്യ. അമ്മ ജീവിതകാലം മുഴുവൻ കരഞ്ഞിട്ടും അത് കണ്ടിട്ട് അച്ഛനൊരു കനിവോ കാരുണ്യോ ഒന്നും തോന്നിയിട്ടില്ല. ഉണ്ടോ? തോന്നിയിട്ടുണ്ടോ? എന്നെ അത്രയ്ക്ക് അവള് അദ്ദേഹത്തിന് മുന്നിൽ വെറുപ്പിച്ചിട്ടുണ്ട് മോളെ. എന്നാ ആ വെറുപ്പിച്ചവളോടുള്ള ഒരു പകരം ചോദിക്കലായത്. കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷം ഇറക്കിപ്പിക്കണം. നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന അമ്പയ്ക്കും മകനും തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരും. അതവർക്ക് സഹിക്കാൻ പറ്റുമോ? പ്രതാപേട്ടൻ എല്ലാ സത്യങ്ങളും തിരിച്ചറിയണം. തെറ്റിദ്ധരിക്കപ്പെട്ടതാണെന്ന് മനസ്സിലാക്കണം. സ്നേഹിച്ച് കല്യാണം കഴിച്ചവളെ ഇത്രയും കാലം അവിശ്വസിച്ചതിന് പ്രതാപേട്ടൻ ഏട്ടത്തിയോട് മാപ്പ് പറയണം. ഇപ്പൊ തന്നെ അംബികയും മകനും വിറച്ചു നിൽക്കുക. അവരുടെ മത്സരമൊന്നും ഇനി ഈ വീട്ടിൽ ചെലവാവില്ല. ഈ വീടും ഇവിടെ ഉണ്ടാക്കിയിട്ടിരിക്കുന്ന സ്വത്തുക്കളും പത്മേടത്തിയുടെയാ. അതിന്റെ മുകളിൽ കയറി അംബിക അടയിരിക്കുക. അതുകൊണ്ട് പത്മേടത്തി പോവരുത്. ആ, അത് എന്നെ കുറിച്ച് തന്നെയാ പറയുന്നത്. അന്തരീക്ഷം ശാന്തമായ സ്ഥിതിക്ക് എല്ലാവരോടുമായി എനിക്കൊരു കാര്യം പറയാനുണ്ട്. അന്തരീക്ഷം ശാന്തായിന്ന് വെച്ചാ മഴയെ മാറിയിട്ടല്ലോ, ഇടിയും മിന്നലൊക്കെ എപ്പോഴും ഉണ്ട്. ഞാൻ ആ അന്തരീക്ഷത്തിന്റെ കാര്യമല്ല പറഞ്ഞത്. അമ്മ പറയാൻ പോകുന്നതേ ഇവിടുത്തെ അന്തരീക്ഷത്തിന്റെ കാര്യമാണ്. അതങ്ങനെ അങ്ങ് തെളിഞ്ഞിട്ടില്ല. അംബികയുടെ റൂമില് അമ്മയും മകനും തമ്മില് പൊട്ടലും ചീറ്റലും ഒക്കെ കാണും. നിങ്ങള് ഞാൻ പറയുന്നൊന്ന് കേക്ക്. നിങ്ങൾ എന്നെ ഒന്ന് പോകാൻ അനുവദിക്കും പ്ലീസ്. അത് മാത്രം നടക്കില്ല. ഇങ്ങനൊരു സിറ്റുവേഷനില് അമ്മ പോവാണെന്ന് മാത്രം പറയരുത്. ഇതൊരു നല്ല അവസരമാണ്. ഞങ്ങൾക്കിപ്പോ ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം നിറവേറാൻ ഈ അവസരം കൊണ്ട് സാധിക്കും. എന്ത് ലക്ഷ്യം? അംബികയുടെ പിടിയിൽ നിന്ന് ഞങ്ങൾ വർമ്മ സാറിനെ മോചിപ്പിക്കും. അമ്മ നിരപരാധിയാണെന്നും സ്വത്തുക്കൾ തട്ടിയെടുക്കാൻ വേണ്ടി ഇല്ലാ കഥകൾ ഉണ്ടാക്കിയതാണെന്നും ഞങ്ങൾ വർമ്മ സാറിനെ ബോധ്യപ്പെടുത്തും. അതൊന്നും അദ്ദേഹം വിശ്വസിക്കില്ല. അദ്ദേഹം എന്നെ അവിശ്വസിക്കും. ആ അംബിക പറയുന്നത് മാത്രം വിശ്വസിക്കും. വർമ്മ സാർ വിശ്വസിക്കുന്ന ഒന്നാന്തര ഒരു തെളിവ് ഞങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഞാനും ഋതുവും. ആ തെളിവും കൊണ്ട് ഞങ്ങൾ വർമ്മ സാറിന്റെ മുമ്പിലേക്ക് വരും. അയാൾ പറയുന്ന തെളിവുകൾക്ക് മുമ്പില് സാറ് വിറയ്ക്കും. അംബികയുടെയും മകന്റെയും എല്ലാ തരികിടകളും അയാളുടെ വരവോടെ സാറിന് ബോധ്യമാവും. സാറ് തന്നെ ഈ രണ്ടെണ്ണത്തിനെയും പിടിച്ച് പുറത്താക്കും. മോൻ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ആരാ എനിക്ക് അനുകൂലമായ തെളിവായിട്ട് വരാൻ പോകുന്ന? അമ്മയ്ക്കെതിരെ അംബിക അപവാദ കഥകൾ പ്രചരിപ്പിച്ചപ്പോ ജീവിതം തകർന്നു പോയ മറ്റൊരു മനുഷ്യനുണ്ട്. ജഗന്നാഥേട്ടനോ? അതെ, അങ്കിള് മരണത്തെ അതിജീവിച്ച് തിരിച്ചു വന്നുകൊണ്ടിരിക്കുക. സംസാരിക്കാനും ഉടനെ തുടങ്ങുമെന്നാ ഡോക്ടർ പറയുന്ന. എല്ലാം കലങ്ങി തെളിയാൻ സമയമായമ്മേ. എന്നെങ്കിലും അമ്മയുടെ ഒരു ദിവസം വരുമല്ലോ, അത് വരുക. അതുകൊണ്ട് അമ്മ ദയവ് ചെയ്ത് ഇവിടുന്ന് പോകരുത്. അമ്മ പോകൂ.
കുടിക്കുന്നതിന് മുൻപ് ഒരു കാര്യം ഞാൻ പറയാം. അതില് ഞാൻ പഞ്ചസാര ഇട്ടിട്ടില്ല. വല്യമാവന് ഷുഗർ ഇല്ലാന്ന് എനിക്കറിയാം. പക്ഷെ പഞ്ചസാര ഡേഞ്ചറാ. അതാ ഞാൻ തരാത്തത്. വല്യമാവൻ പ്രഷറിന്റെ ടാബ്ലറ്റ് എപ്പോഴാ കഴിക്കുന്നത്? സാധാരണ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. ഓക്കെ, ഇന്ന് മുതൽ ടാബ്ലറ്റ് മറക്കാതെ ഞാൻ എടുത്തുതരാം. ഏയ് അതൊന്നും വേണ്ട കുട്ടി, ഞാനെടുത്ത് കഴിച്ചോളാം. പ്രഷറിന്റെ ടാബ്ലറ്റ് കഴിക്കാൻ ഒരു കാരണവശാലും മറന്നു പോകരുത്. അതാ ഞാൻ പറഞ്ഞത് കൃത്യമായിട്ട് ഞാൻ എടുത്തു തരാന്ന്. ഇന്ന് മുതൽ വല്യമാവന്റെ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കോളാം. ഏയ് അതൊന്നും വേണ്ട കുട്ടി, നിങ്ങളൊക്കെ നിങ്ങളുടെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. വല്യമാവന്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എനിക്കറിയാം. എനിക്കിത് മനസ്സിലാവും. ഈ ടെൻഷന്റെ ഇടയ്ക്ക് പ്രഷറിന്റെ ഗുളിക കഴിക്കാതിരുന്ന അതിന്റെ ആഫ്റ്റർ എഫക്ട്സ് എന്തായിരിക്കും എന്ന് അറിയോ വല്യമാവനെ? മെന്റൽ സ്ട്രെസ് കുറയ്ക്കാൻ നടക്കുന്നത് നല്ലതാ, അല്ലെങ്കിൽ യോഗ. മനസ്സിനേൽക്കുന്ന ചില വിഷമങ്ങളൊന്നും അങ്ങനെ മാറുന്നതല്ല നന്ദനെ. സത്യത്തിൽ ഞാൻ വല്യമാവനെ ആശ്വസിപ്പിക്കാനാ ഇങ്ങനെയൊക്കെ പറയുന്നത്. എന്ത് ഭീകരമായ ഒരു സിറ്റുവേഷനിൽ കൂടിയാ വല്യമാവനിപ്പൊ കടന്നു പോകുന്നത്. വല്യമാവന്റെ സ്ഥാനത്ത് മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ ഇപ്പൊ സൂയിസൈഡ് ചെയ്യുമായിരുന്നു. എന്താ അല്ലേ, ഈ ഋതികയുടെ അമ്മയും ഒരേ സ്വഭാവക്കാരാ. ഇവരുടെയൊക്കെ ഒപ്പം എങ്ങനെ ജീവിക്കാൻ പറ്റും? ഇയാള് ഞാൻ പറയുന്നതിനെ എതിർത്തിട്ടൊന്നുമില്ല. അതുകൊണ്ട് മാക്സിമം തീ മനസ്സിലേക്ക് കടത്തിവിടാം. ഇവർക്കൊക്കെ എന്താ മനുഷ്യരെ മനസ്സിലാവാതെ പോകുന്നത്? വല്യമ്മാവന്റെ ഈ നന്മയുള്ള മനസ്സ് എന്തുകൊണ്ടാ അവര് കാണാതെ പോകുന്നത്? അതൊക്കെ ഓരോരുത്തരുടെ ഓരോ തലവിധി. ശത്രുവായ എന്റെ അച്ഛൻ വരെ വല്യമ്മാവനെ കുറിച്ച് വ്യക്തിപരമായി നല്ലത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ.